രാജേന്ദ്രനിലേക്ക് കൂടി ഒന്ന് പോകണം. ധന്യ, ഇത് വിജയിയുടെ തമിഴ് സിനിമയ്ക്ക്, തമിഴ് രാഷ്ട്രീയത്തിന് ഒരുപാട് പ്രാധാന്യമുള്ള ഒരു ദിവസമായിരുന്നു ഇന്ന്. വിജയെ പോലെ ഒരു സിനിമാ താരം കൂടി എൻട്രി, വിജയ് നേരത്തെ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശനം പ്രഖ്യാപിച്ചിരുന്നു, പക്ഷേ സജീവമാകുന്നു എന്നുള്ളതാണ്. പ്രഖ്യാപനങ്ങൾ, പ്രസംഗങ്ങളൊക്കെ സംഭവിക്കുകയാണ്. യഥാർത്ഥത്തിൽ എന്താണ് തമിഴ് രാഷ്ട്രീയത്തിൽ വിജയുടെ സ്പേസ് ധന്യയുടെ നിരീക്ഷണത്തിൽ? തമിഴ് രാഷ്ട്രീയത്തിൽ വിജയുടെ സ്പേസ് എന്താണ് നമുക്കിപ്പോ അറിയില്ലല്ലോ. അത് വിജയ് പാർട്ടി തുടങ്ങി, പാർട്ടിയിൽ ആരൊക്കെ ചേരുന്നു എന്നതനുസരിച്ചിരിക്കും. വിജയും എനിക്ക് തോന്നുന്നു മറ്റ് തമിഴ് രാഷ്ട്രീയത്തിൽ വന്ന ആക്ടേഴ്സ് തമ്മിൽ വ്യത്യാസം, വിജയ് അദ്ദേഹത്തിന്റെ കരിയറിന്റെ ഒരു പീക്കിൽ തന്നെയാണ് ആ കരിയർ ഉപേക്ഷിച്ച് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. അത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഒരു ഫാൻ ബേസ് എന്ന് പറയുമ്പോൾ എല്ലാ പ്രായത്തിലുള്ള ആൾക്കാരുണ്ട്, യങ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, സ്ത്രീകളുണ്ട്, വയസ്സായ ആൾക്കാരുണ്ട്. അപ്പൊ ഈ ഒരു ഫാൻ ബേസ് ടാപ്പ് ചെയ്യാനാണ് വിജയുടെ മെയിൻ ഉദ്ദേശം. രണ്ടാമത്തത്, ഈ രണ്ട് ദ്രവീഡൻ പാർട്ടീസും, AIDMK, DMK എന്നീ രണ്ട് ദ്രവീഡൻ പാർട്ടീസിനും രാഷ്ട്രീയ മടുത്ത ഒരു കൂട്ടം ജനങ്ങളുണ്ട് തമിഴ്നാട്ടിൽ. അവർക്കൊരു ഓപ്ഷനായി BJP എന്ന പാർട്ടി വരാത്തത് കൊണ്ട് വിജയ്ക്ക് അവിടെ ഒരു തേർഡ് ഓപ്ഷനായി വരാൻ പറ്റുമോ എന്നതാണ് ചോദ്യം. പക്ഷെ ഞാൻ ആക്ച്വലി 2-3 മാസം മുമ്പ് വിജയുടെ പാർട്ടിയെ കുറിച്ചൊരു ഒരു ലോങ് സ്റ്റോറി ചെയ്തിരുന്നു. അന്ന് ഞാൻ സംസാരിക്കുമ്പോൾ അവർക്കൊരു വലിയ സ്ട്രക്ചർ ഒന്നും ഇതുവരെയ്ക്കും ഇല്ല. അത് മാത്രമല്ല, അങ്ങനെ പ്രമുഖരായ ആൾക്കാർ ആ പാർട്ടിയിൽ ചേരുകയോ അല്ലെങ്കിൽ ആ പാർട്ടിയുടെ നയങ്ങൾ എന്തായിരിക്കണം എന്നൊക്കെ ഒരു വലിയ തീരുമാനമൊന്നും അവർക്കില്ല. അപ്പൊ അത് ചോദിച്ചാൽ അവർ പറയും, ഇല്ല ജാതി പാടില്ല, അങ്ങനെ അവർക്കൊരു പ്ലെഡ്ജ് ഉണ്ടല്ലോ, ആ പ്ലെഡ്ജിനെ കുറിച്ചാണ് ഇവരെല്ലാവരും സംസാരിക്കുന്നത്. പക്ഷെ വിജയ് എന്നൊരാൾ, അദ്ദേഹം ഇപ്പൊ കമൽഹാസൻ ഫോർ എക്സാമ്പിൾ പൊളിറ്റിക്സ് വരുമ്പോൾ അദ്ദേഹം വിശ്വസിക്കുന്ന ഒരു ലെഫ്റ്റ് പൊളിറ്റിക്സിലാണ് നമുക്കറിയാം. രജനീകാന്തിന്റെ പൊളിറ്റിക്സ് എന്താ നമുക്ക് ഏകദേശമൊക്കെ അറിയാം, കൃത്യമായി അറിയില്ലെങ്കിലും. പക്ഷെ വിജയെ കുറിച്ച് അത്ര പോലും അറിയില്ല. വിജയുടെ കൂടെ അറിയുന്ന രാഷ്ട്രീയം അദ്ദേഹത്തിന്റെ സിനിമാ ഡയലോഗുകളിൽ നിന്ന് മാത്രമാണ്. ഇപ്പൊ ഈയിടെ ആയിട്ടാണ് 2-3 പബ്ലിക് ഫംഗ്ഷനിലൊക്കെ വിജയ് ചെറുതായിട്ട് രാഷ്ട്രീയപരമായി സംസാരിക്കാൻ തുടങ്ങിയത്. കറപ്ഷൻ പാടില്ല, കാസ്റ്റ് പാടില്ല, അങ്ങനെ വളരെ ഒരു ജനറിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. അതുകൊണ്ട് എന്തായിരിക്കും വിജയുടെ രാഷ്ട്രീയം എന്ന് ആദ്യം വ്യക്തമാണല്ലോ. തീർച്ചയായും. അതായത് ഇന്ന് ഇപ്പൊ വിജയ് പറഞ്ഞത്, ഈ ഹൃദയങ്ങളിൽ നിങ്ങൾ എന്നെ ഉയർത്തുമെന്നറിയാം. ഇന്നത്തെ ഈ കൊടി തമിഴകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ചിത്രമാണ്, ഈ കൊടിയാണ്. അങ്ങനെ അപ്പോൾ അദ്ദേഹം പറയുന്നത്, ഈ സംസ്ഥാന സമ്മേളനം അടക്കം നടത്താൻ പോകുന്നു, പൊതുസമ്മേളനം ജനങ്ങളെ നേരിട്ട് കാണാൻ പോകുന്നു. അങ്ങനെ ഈ വിജയകാന്തിനും കമലഹാസനും ശരത് കുമാറിനും ഒക്കെ സാധിക്കാത്ത ഒരു മാജിക് എന്ന് പറയുന്നത് വിജയുടെ ഫാൻ ബേസാണ്. അതിനൊക്കെ കൂടുതൽ ഫാൻസ് ഉണ്ട്. എല്ലാ മണ്ഡലങ്ങളിലും വിജയ്ക്ക് കൃത്യമായ ആളുകളുണ്ട്. അവരെ ഉപയോഗപ്പെടുത്തുക. ഒപ്പം ധന്യ നേരത്തെ പറഞ്ഞതുപോലെ AIDMKയിലൊക്കെ പല ഘടകങ്ങളായി വീടിച്ചു പോയ AIDMKയിലെ കുറേ അണികളുണ്ട്. DMKയോട് AMDAയോടും പ്രതിബദ്ധതയില്ലാത്ത കുറേ ആൾക്കാരുണ്ട്. ഈ സ്റ്റാലിനോട് പോലും എതിർപ്പുള്ള ആളുകൾക്ക് AIDMKയുടെ ശക്തി കുറഞ്ഞത് കൊണ്ട് അങ്ങോട്ടേക്ക് പോകാൻ പറ്റാത്തവരുണ്ട്. അങ്ങനെ ഈ വിജയകാന്തൊക്കെ ഇറങ്ങുന്ന സമയത്ത് AIDMKയുടെ DMKയുടെയും വളരെ നെക്ക് ടു നെക്ക് പോരാട്ടം നടന്നൊരു സമയത്ത് അദ്ദേഹത്തിന് വിജയിക്കാൻ പോയില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടി ഒരു സ്റ്റാലിൻ്റെ മാത്രം അപ്രമാദിത്വമുള്ള സ്ഥലത്ത് ഒരു സെക്കൻഡ് ആളായി വിജയെ കാണുന്നതിൽ തെറ്റില്ലല്ലോ, അല്ലേ ധന്യ? അല്ല, അത്രത്തോളം വിജയെ കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. അത് ഞാൻ പറഞ്ഞു, ഇത് ഈ പാർട്ടിയുടെ സ്ട്രക്ചർ അനുസരിച്ചിരിക്കും. അതൊരു ഫാൻ ക്ലബിന്റെ സ്ട്രക്ചറിനെ ഒരു പാർട്ടി സ്ട്രക്ചർ ആക്കുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. ഫോർ എക്സാമ്പിൾ, വിജയകാന്ത് വന്നപ്പോഴും അദ്ദേഹം എപ്പോഴും ഒരു 10 മുതൽ 12% വരെ വോട്ടുകളാണ് വിജയകാന്തിന് നേടാൻ പറ്റിയത്. അതിന് മുന്നോട്ട് പോകാൻ പറ്റിയിട്ടില്ല. ഇപ്പൊ സീമാന്റെ പാർട്ടി NTK, അവരും ആ ഒരു സ്ഥലത്ത് നിൽക്കുന്ന വിജയ് ആ ഒരു DMDK പോലെയോ അല്ലെങ്കിൽ NTK പോലെയോ ആ ഒരു സ്പേസിൽ നിൽക്കുമോ, അല്ലോ അതിനേക്കാളും മുന്നിലോട്ട്, അതായത് ഇനിയും ഒരു 20% വോട്ട് നേടുന്ന ഒരു പാർട്ടിയായി മാറുമോ എന്നാണ് പറയുന്നത്. പക്ഷെ അതിന് വിജയ് കൃത്യമായും ഈ വിജയ് ഇയക്കം എന്ന് പറയുന്ന ഈ ഫാൻ സ്ട്രക്ചറിനെ അതൊരു പാർട്ടി സ്ട്രക്ചർ ആക്കാൻ അവർക്ക് കഴിയണം. ഇത് ഇപ്പൊ വിജയുടെ ഫാൻ ക്ലബ് ഫോർ എക്സാമ്പിൾ പല വർഷം വിമർശിക്കപ്പെട്ട ഫാൻ ക്ലബാണ്, പല കാര്യങ്ങളിലും പുകഴ്ത്തപ്പെട്ട ഫാൻ ക്ലബാണ്. പക്ഷെ ആ ഒരു ഫാൻ ക്ലബിന്റെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് വ്യത്യാസമാണ് അല്ലെ. അത് മാറ്റി പൊളിറ്റിക്കൽ ആക്കാൻ തന്നെ ഇവർക്ക് പറ്റും. തീർച്ചയായും അതാണ് പ്രധാനപ്പെട്ട കാര്യം. തിരിച്ചു വരാം. ഒപ്പം ഇപ്പോൾ നമ്മോടൊപ്പം